ഇന്നിവിടെ നല്ല ചൂടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. സമ്മർ ആയതുകൊണ്ട് തന്നെ ഇവിടെ നല്ല പച്ചപ്പും ഹരിതാഭയും ഒക്കെയാണ്. ഞാൻ നോക്കിയപ്പോഴത്തേനും നമ്മുടെ വീട്ടിലെ ചെറിയ ചെടികളിലൊക്കെ പൂക്കളുണ്ടായിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് പ്രത്യേക സന്തോഷമാണ്. കാരണം വിൻ്ററിൽ അതെല്ലാം പോയിട്ട് പിന്നെ സമ്മർ ആകുമ്പോൾ എല്ലാം കിളുത്ത് വന്ന് പൂക്കളൊക്കെ കാണുമ്പം ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ്. ഞാൻ എൻ്റെ നെഫ്യൂവിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് കുറച്ച് ഫ്ലവേഴ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് പിയോണി ഫ്ലവറാണ് കേട്ടോ. നല്ല രസമാണ് ഇത് കാണാനായിട്ട്. അതിൻ്റെ സ്മെല്ല് നല്ലതാണ് കേട്ടോ. ഇവിടുത്തെ റോസപ്പൂക്കളിനൊന്നും അത്ര സ്മെല്ലില്ല, പക്ഷേ ഈ പിയോണി ഫ്ലവറിന് നല്ല മണമാണ്. അപ്പോൾ ഞാൻ തലേദിവസം തന്നെ ഈ മാവുണ്ടല്ലോ, നമ്മുടെ പാലപ്പം, അതിനുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ വീട്ടമ്മമാർക്ക് ഇതുപോലെ ദോശയ്ക്കും അല്ലെങ്കിൽ അപ്പത്തിനൊക്കെ അരച്ച് വെച്ചിട്ട് മാവ് പൊങ്ങിയിരിക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് അല്ലേ. അല്ലെ പിന്നെ നമുക്ക് പിന്നെ എന്താ ഉണ്ടാക്കേണ്ടതെന്നുള്ള ചിന്തയൊക്കെ ആവും. എന്തായാലും നമുക്കൊരു പാലപ്പം ഉണ്ടാക്കാം. ഇപ്രാവശ്യം ഞാൻ പാലപ്പത്തിൻ്റെ കൂട്ടത്തിൽ ഒരു മുട്ടയോട് ചേർത്താണ് ഉണ്ടാക്കുന്നത്. ഇതിന് വേണമെങ്കിൽ നമ്മൾ മുട്ടയപ്പെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു പേരിടാം, പ്രത്യേകിച്ച് പേരൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മൾ മാവ് ഇതുപോലെ ചുറ്റിച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു മുട്ട ഉടച്ചൊഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിനകത്ത് കുറച്ച് ഉപ്പും പിന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നമുക്ക് സമയമൊന്നും ഇല്ലാത്തപ്പം ജോലിക്കൊക്കെ പോകുമ്പോഴത്തേനോ അല്ലെങ്കിൽ പെട്ടെന്നൊരു എന്തെങ്കിലും കഴിക്കണമെന്നോ ഉണ്ടാക്കണമെന്നോ വിചാരിക്കുമ്പം ഇങ്ങനെ ഒരു മുട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഞാൻ വേറൊരെണ്ണം സാധാരണ നമ്മുടെ പാലപ്പം ഉണ്ടല്ലോ അതുപോലെ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ മുട്ടക്കറിയാണ് കഴിക്കാൻ പോകുന്നത്. ഞാൻ തലേദിവസം തന്നെ മുട്ടക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു മുട്ടക്കറിയാണ് കേട്ടോ. ജസ്റ്റ് കുറച്ച് ഉള്ളി മാത്രം മതി, കുറച്ച് കൂടുതൽ സവോള അതായത് ഉള്ളി നമുക്ക് വേണം, അത് മാത്രം മതി. അല്ലാതെ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് ആവശ്യമില്ല. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ഞാനതിൻ്റെ റെസിപ്പി ഒരു പ്രാവശ്യം ഇടാം കേട്ടോ. ഇനി നമ്മളുണ്ടാക്കിയ മുട്ടയപ്പം എങ്ങനെയുണ്ടെന്ന് നോക്കാം. അത് ജസ്റ്റ് ഇങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് അതിൻ്റെ ഉണ്ണി കുറച്ചുകൂടെ വേവണമെങ്കിൽ അങ്ങനെ വേവിച്ചെടുക്കാം. ഇത് എനിക്ക് കുഴപ്പമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ